എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരീസയരുടെയും ഹെരോദസിന്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തതുകൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 17-ാം തീയതി, ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ മുൻപിൽ അവിടുത്തെ വചനത്തിനു വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈശോയുടെ ശാസനയുടെ ശബ്ദമാണ്. ഈശോ ഒരൽപ്പം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിനക്ക് കണ്ണുണ്ടായിട്ടും നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കാറ്, നീ എന്താണ് പൊട്ടനാണോ? പൊട്ടൻ എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവനാണ്. നീ എന്താണ് അന്ധനാണ്? നിനക്കെന്താ കണ്ണില്ലേ? നിനക്കെന്താ കാതില്ല? നീ ഇതെവിടെ നോക്കിയാണ് നടക്കുന്നത്? നീ മന്ദബുദ്ധിയാണ് എന്നൊക്കെ ചോദിക്കുന്ന, അതായത് യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ എന്താണ് മന്ദബുദ്ധിയാണോ? നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലേ എന്ന്. അപ്പോൾ ഇത്രമാത്രം ഒരു ചോദ്യം ചോദിക്കാൻ, പൊട്ടനാണ്, നമുക്ക് ജഗടനാണ് എന്നൊക്കെ ചോദിക്കാൻ തക്കവിധം ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? അല്ലെ, നമ്മളിവിടെ ഒരാൾ ചോദിക്കും, നീ പൊട്ടനാണോ, നീ മന്ദബുദ്ധിയാണോ എന്ന് ഇതൊക്കെ ചോദിക്കുമ്പോ, ചേച്ചി ഞാൻ അതിനിപ്പോ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് പോലെ ഈ ശിഷ്യന്മാർ എന്ത് തെറ്റാണ് ചെയ്തത്? ഈശോ അവരോടൊരു കാര്യം പറയാൻ തുടങ്ങി. എന്താണ് പറഞ്ഞു തുടങ്ങിയ കാര്യം? ഫരീസയരുടെയും നിയമജ്ഞരുടെയും
പുളിമാവിനെ ശ്രദ്ധിക്കുക. ഈശോ പുളിമാവിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞപ്പോ തന്നെ അവരുടെ ചിന്ത എങ്ങോട്ട് പോയി? കയ്യിലിരിക്കുന്ന അപ്പത്തിലേക്ക് പോയി. ഉപ്പിനെ കുറിച്ച് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു ചേച്ചി അയ്യോ വീട്ടിൽ ഉപ്പ് തീർന്നു പോയല്ലോ എന്ന് ചിന്തിച്ചതുപോലെ ആണ് ഈ ശിഷ്യന്മാരോട് പുളിമാവിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പുളിമാവ്? അത് തിന്മയും അശുദ്ധിയുമാകുന്ന പുളിമാവ്. പരീക്ഷയരും നിയമജ്ഞരുമൊക്കെ ഇടക്കിടക്ക് ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് ചില കുശുമ്പു വർത്താനങ്ങൾ അവിടെ ഇടും, ചില ഭിന്നതകൾ വിതക്കും, ചില കലഹങ്ങൾ വിതക്കും. അവര് പള്ളിയിൽ വരികയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോട് കൂടോത്രത്തെക്കുറിച്ചും മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറയുകയും ചെയ്യും. അവര് പള്ളിയിൽ വരികയും നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു ഇത്തിരി ഉപ്പെടുത്തിട്ട് കുരുമുളക് എടുത്തിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഒരു മലയെ കൊണ്ടുപോയി ഇട്ടാ മതി എന്നുള്ള വർത്തമാനങ്ങൾ പറയും. അവര് പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ കൂടോത്രക്കാരാണ്, മന്ത്രവാദികളാണെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞടക്കാം. അപ്പോ ഇതൊരു പുളിമാവാണ്. അങ്ങനെ പുളിമാവ് ഇട്ട് കൊടുത്തിട്ട് ഈ ഇവിടെ ഉള്ളവരുടെ ഹൃദയങ്ങള് ഡിസ്റ്റർബ്ഡ് ആക്കും. അത് പ്രശ്നം ഉണ്ടാക്കും. അവര് ഇടയിൽ കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇപ്രകാരം ചില പുളിമാവുമായിട്ട് പരീക്ഷയര് നിയമജ്ഞരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഈശോ ശിഷ്യന്മാര് മാത്രമായിരുന്നപ്പോ രഹസ്യമായിട്ട് പഠിപ്പിക്കുക. ചില തെറ്റായിട്ടുള്ള പഠനങ്ങളുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറും. അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവുമെങ്കിലും പറയുന്നത് മുഴുവനും ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അയൽവക്കക്കാര് നിങ്ങൾക്കെതിരെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ബൈബിളിലുള്ള വചനമാണോ? അല്ല. അല്ലെങ്കിൽ അവര് നിങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ബൈബിളിൽ എന്ന് പറഞ്ഞാണോ? കയ്യില് ബൈബിൾ ഉണ്ട് കേട്ടെ, ഹൃദയത്തില് ബൈബിളിൽ. ഇതാ പുളിമാവാണ്. അങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ ഇതൊരു പുളിമാവ് പോലെ ഹൃദയത്തെ മുഴുവൻ അശുദ്ധമാക്കും, കലക്കി മറിക്കും. ഇല്ലേ? പുളി ചേർത്ത് കഴിയുമ്പോ എന്താ സംഭവിക്കുന്നത്? അപ്പത്തില് പുളി ചേർത്തിട്ട് കിടന്നുറങ്ങിയ രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് ഇതിങ്ങനെ പൊന്തി ചിലപ്പോ പോയിട്ടുണ്ടാവും, പാത്രത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോ ഈ പുളിമാവിനെ എന്തു ചെയ്യണം? ശ്രദ്ധിക്കണം. നിങ്ങള് അപ്രകാരം പുളിമാവുമായിട്ട് കരുന്നവരെ അകത്ത് കയറ്റാതെ, അവര് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റാതെ ശ്രദ്ധിച്ചു. ചില ആളുകൾ വന്നിട്ട് പറയും, ഓ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് കഷ്ടപ്പെടുന്നത്? പുളിമാവാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടാണ്? പുളിമാവ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത്? പുളിമാവ്. വിഷം ഇട്ടിട്ട് പോവുകയാണ് അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, 12 പേരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ശുശ്രൂഷകരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ശുശ്രൂഷയെ തകർക്കുന്ന രീതിയിൽ തിന്മകൾ കൊണ്ടുവന്നിടാൻ സാധ്യതയുണ്ട്. അത് മറ്റുള്ളവരല്ല, നമ്മുടെ ഉള്ളിലുള്ള പിശാച് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈശോ ചോദിച്ചത്, നിങ്ങളെന്താ മനസ്സിലാകുന്നില്ലേ? കണ്ണുപൊട്ടന്മാരാണോ? ചെവി കേൾക്കാത്തവരാണോ? മന്ദബുദ്ധികളാണോ എന്ന് ഈശോ ചോദിക്കുന്നത്. ഇപ്രകാരം പുളിമാവുമായിട്ട് വരുന്നവരുണ്ട്. നിങ്ങൾ മറ്റുള്ളൊരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണ്ട. കർത്താവ് നിങ്ങൾക്ക് അപ്പത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അത് കർത്താവ് തരും. കൈയടിച്ച് കർത്താവിനെ നന്ദി. എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ളതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ നോക്കിയില്ലേ? അതാണ് അതിന്റെ അർത്ഥം. 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോ 12 കൊട്ട ബാക്കി ഉണ്ടായില്ലേ? ഇതുവരെ ഞാൻ കാത്തില്ലേ? ഇനിയും കാക്കും എന്ന്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ തിന്മ പടർത്താൻ വരുന്ന ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കണം. നമുക്ക് എഴുന്നേറ്റ് ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തിലേക്ക് നയിക്കുന്ന ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കും. മദ്യപാനത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കും.
നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ പുരോഹിതരെ കുറിച്ചോ സഭയെ കുറിച്ചോ ഒക്കെ നിങ്ങളോട് തിന്മ പ്രചരിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കുക. വാട്സപ്പിലുള്ള മെസ്സേജ്, നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നവരെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കുന്നവരെ ശ്രദ്ധിക്കുക. ഈശോ നമ്മോട് പറയാണ്, തിന്മ കടന്നുകൂടാൻ അനുവദിക്കാത്ത വിധത്തില് തിരുരക്തത്തിന്റെ കോട്ട നിങ്ങൾക്ക് ചുറ്റും നിർമ്മിക്കപ്പെടുന്നതിന് വേണ്ടി, അഗ്നി കൊണ്ടുള്ള കോട്ട, കർത്താവാകുന്ന ആ വലിയ മതില്, നിങ്ങളുടെ ചുറ്റും തീ കൊണ്ടുള്ളൊരു മതില് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തതിനെ ഓർത്ത് നമുക്ക് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിക്കാം. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ലഭിക്കുന്ന വെളിപാടുകളെ ഓർത്ത്, ദർശനങ്ങളെ ഓർത്ത് നന്ദി പറയാം. തിന്മയെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് കർത്താവ് കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയാം. തിന്മ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് കർത്താവ് നമ്മെ തടയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. സ്തുതിക്കാം. ഹല്ലേലൂയ. തിന്മ പ്രചരിപ്പിക്കുന്നതിന് പകരം നന്മ പ്രചരിപ്പിക്കുന്നവരായി തീരാൻ കർത്താവ് കൃപ തരുന്നു. പാപത്തിന്റെ ഏജന്റുമാർക്ക് പകരം പുണ്യത്തിന്റെ, സുഹൃതങ്ങളുടെ, സുവിശേഷത്തിന്റെ ഒരു ഏജന്റായി കർത്താവ് നിന്നെ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ആരാധന കർത്താവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കരമടിച്ച് സ്തുതിക്കട്ടെ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ 7 നിയോഗങ്ങൾ ഇപ്പോൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മീകവും ഭൗതികവുമായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ ഈശോയേ
നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പാലാരിവട്ടത്ത് നടക്കുന്ന ബൈബിൾ കൺവെൻഷന്റെ 4-ാം ദിവസമാണിന്ന്. 5-ാം ദിവസം സമാപന ദിവസമാണ് നാളെ. കർത്താവിന്റെ ശക്തമായ കൃപകൾ ദേശത്തിന്റെ മേൽ പെയ്തിറങ്ങുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മക്കൾക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരാനും അവിടുത്തെ ആരാധിക്കാനും വചനം ശ്രവിക്കാനും കർത്താവ് ഈ ദിവസങ്ങളിൽ കൃപ കൊടുക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. രോഗികളായ ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെ, കിടപ്പ് രോഗികളായിട്ടുള്ളവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. തളർന്നു കിടക്കുന്നവരെ, നാളെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവരെ, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി അന്വേഷിക്കുന്നവരെയും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ അവിടുത്തെ മക്കളുടെ മേൽ പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ഒരു തിന്മയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ദൈവികമായ ജ്ഞാനവും അറിവും നൽകുകയും വിജയം നൽകി വളർത്തുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സന്തോഷത്തോടുകൂടെ, കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.